ശരിക്കും ഞാനും കൂടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല. ചീവീടിന്റെ ശബ്ദം കേൾക്കാം. അത് മാത്രമുണ്ട്. വെൽക്കം ബാക്ക് ടു മാലിക്കൽ ഹെറിറ്റേജ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. രാത്രി ആണെങ്കിലും എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കും. കാരണം ഭയങ്കര പടിയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായിട്ട്. ഒരു ബ്രേക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഇത് ബ്രേക്ക് കം വർക്കാണ്. ഒരു ദിവസം ബ്രേക്ക്, അടുത്ത ദിവസം വർക്ക്. അപ്പോൾ നമ്മൾ വന്നിരിക്കും ഞങ്ങളുടെ നമുക്ക് ഒരു ദിവസത്തേക്കാണ് വരാൻ പറ്റുള്ളൂ. സോ ഏറ്റവും അടുത്തുള്ള ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടിയിലൊന്നായ മാളിയേക്കൽ ഹെറിറ്റൻസിലാണ്. ഇവിടെ ഞങ്ങൾക്കൊരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ റൂമാണ് ബുക്ക് ചെയ്ത്, പക്ഷേ ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ ബാംബു ഹൗസ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ചായയൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. രാത്രി നല്ല ഭംഗിയാണ്. പ്രിയ നേരെ റൂമിലേക്ക് ഓടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറേ തവണ, ആക്ച്വലി 3-4 തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ എന്തെങ്കിലും പുതുമ കാണും. ഞാൻ പുതിയ റൂം കാണിക്കുന്നതിന് മുമ്പ് ഇത് ഇവരുടെ തറവാട് സെറ്റപ്പ്. നിങ്ങൾക്ക് കേരള സ്റ്റേ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതല്ലാതെ അറ്റത്ത് അവരുടെ ഏറ്റവും അറ്റത്ത് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. അവിടെ കുറച്ച് വേറെ ടൈപ്പ് റൂംസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പ്രിയ വന്നു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പക്ഷേ രാത്രിത്തെ ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ട എന്ത് രസമല്ലേ ഇരിക്കുക. കൊതുകില്ല കേട്ടാ. കൊതുകെന്ന് പറഞ്ഞാൽ ശല്യമില്ല ഇവിടെ. കൊതുകിൻ്റെ അടിപൊളി സംഭവമാണ്. ഒരു കോറിഡോർസ് തന്നെ എന്തൊരു ഭംഗിയാതുണ്ട്. ഓലയൊക്കെ മെയിനാണ് നടക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ കാണുന്നത് നമ്മുടെ ഒരു ചെറിയ പ്രൈവറ്റ് ഏരിയയുടെ ബീച്ചാണ്. അതൊക്കെ നാളെ കാണിച്ചു തരാം. ചെറിയ ബാംബു റൂം കാണിച്ചു തരാം. വെൽക്കം ടു മാലിക്കൽ ഹെറിറ്റേജ്. ഞാൻ നമ്മുടെ ചെറിയ ഒരു ബാംബു റൂം കാണിക്കാൻ വന്ന ചെറിയ ബാംബു റൂമാണിത്. നമ്മുടെ മാലിക്കൽ ഹെറിറ്റൻസിലെ അതിവിശാലമായ ഷോറൂമാണ്. അകത്ത് പുറത്തുനിന്ന് നോക്കുമ്പോ കുഞ്ഞാ. ഞാൻ പ്രിയനോട് പറഞ്ഞേ ചെറിയൊരു ബാംബു റൂം ആയിരിക്കും പ്രിയ, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. വന്ന് നോക്കിയപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഫസ്റ്റ് എല്ലാം ഈ ബാംബു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാക്കിയുള്ളത് എല്ലാം ബാംബുല ചെയ്തിരിക്കുന്നത്. മേളില് ഓല കേട്ടാ, മേളില് ഓല. പക്ഷെ അടിയില് ബാംബു ചെയർസ്, ബാംബു ടേബിള്, ബാംബു കട്ടില്, ബാംബു കൗച്ച്, ഓൾമോസ്റ്റ് ആ ഒരു കൊയറിന്റെ രീതിയിലുള്ള ലാംപ് ഷെയ്ഡ്സ്. അതൊന്നും പോരാതെ ഇവിടെ നിന്നുള്ള ബാൽക്കണി കട്ടില് നല്ല എന്താ പറയുന്നത്, മറ്റേ സത്രമഞ്ച കട്ടില്ല, അങ്ങനെ എന്തോ ഒരു കട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. എനിക്കിത് കണ്ടിട്ട് അതുപോലെ തോന്നുന്നു. പക്ഷെ ഇനി അടുത്ത ഏരിയയിലേക്ക് പോ. എന്തൊരു റൂമല്ല, ബ്യൂട്ടിഫുൾ റൂമാണ്. ഒന്ന് നോക്കിക്ക്. ഈവൻ കബേർഡ്സ് വരെ ബാംബു ആണ്. ബ്യൂട്ടിഫുൾ നോ? ഇത് ഞങ്ങളെ കഴിഞ്ഞ വന്നപ്പോ പണി നടക്കുന്നുള്ളായിരുന്നു. ഒരു 5 സ്റ്റാർ ക്വാളിറ്റി ആണ് കേട്ടോ. ഇവിടുത്തെ ഫിറ്റിംഗ്സ് തൊട്ട് എവറിത്തിങ്. ആൻഡ് ഇനി നമ്മുടെ ചെറിയ ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചേക്ക്. ബാത്റൂം ഇത് വൈഡ് ഇട്ടാലും ഇതിന്റെ ബാത്റൂം. അപ്പൊ അത് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇതൊന്നുമല്ല. ഇവിടെ മേലെ വന്നിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോ ഒരു ഫാമിലി റൂം എന്നൊക്കെ പറയുന്ന പോലെ ഫാമിലി ജക്കൂസി. ആൻഡ് ഇത് മറ്റേ സ്പാ ഷവർ പോലെ ഉണ്ട്. അതല്ലാതെ ഹോട്ട് വാട്ടർ ഉള്ള, എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ തന്നെ കുറച്ച് സ്ഥലത്ത്, കേരളത്തിൽ തന്നെ കുറച്ച് സ്ഥലത്ത് കാണാൻ പറ്റുന്നുള്ളൂ ഇത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള ജക്കൂസീസ്. അടിപൊളിയായിട്ടില്ലേ? അതിവിശാലമായ ഫാനും നമുക്ക് ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ചൂടുവെള്ളത്തിൽ കിടന്ന് റിലാക്സ് ചെയ്ത്. അതെ, അടിപൊളി അല്ലേ? നോക്ക്, ഓരോ സ്ഥലവും അടിപൊളിയാ. അത് പറഞ്ഞ ഭയങ്കര സംഭവമാണ്. ഇനി ആ ബാൽക്കണിയും കൂടെ ഒന്ന് കാണിക്കാം. ഇവിടെ ഒരു കൗച്ച് ഉണ്ട്, കണ്ടു. എന്തൊരു സൗകര്യം അറിയോ? എനിക്കത് കേരളത്തിലെ ഏറ്റവും വലിയ ബാംബു ഹൗസാ, ഉറപ്പാ. വലിയൊരു ബാൽക്കണി. ഇവിടെ 2 ഫാനുണ്ട്. ബാൽക്കണി ആൻഡ് ഇവിടെ നമുക്കൊരു ലൗഞ്ച് ചെയർ. ഓൺലി തിങ് വ്യൂ, നമ്മൾ കുനിഞ്ഞ് ഇവിടെ ലൗഞ്ച് ചെയ്താ അവിടെ നേരെ കടലും കാണാൻ പറ്റും. അടിപൊളി സ്ഥലം അല്ലേ? ഈവനിങ് ഒക്കെ ചില്ല് ചെയ്യാനാണെങ്കിൽ ബീച്ചും കാണാം ഇവിടെ ഇരുന്ന്. അതെ, ഞാൻ ഇവരുടെ കോഫിയും കുടിക്കാം. ഇവരുടെ കിഡ്ലൻ റെസ്റ്റോറന്റും ഉണ്ട് അവിടെ, വേവ്സ്. ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം. സൂപ്പർ. ഇത് ഭംഗിയാ നോക്ക്. രാത്രി സൂപ്പർ അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം വന്ന് താമസിച്ചാലും മതിയാവുന്നില്ല. ചെറയില് ബൈ ഫാർ ദ ബെസ്റ്റ്. എനിക്ക് കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച് പ്രോപ്പർട്ടീസ് ഇത് തന്നെയായിരിക്കും.
സൂപ്പർ. പല ടൈപ്പ് റൂംസും അതാണ് നമ്മളെല്ലാ റൂംസും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ഏകദേശം. ആൻഡ് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അത് നേരെ ബീച്ച് ഫേസിംഗ് ആണ് റെസ്റ്റോറൻറ്റ്. ഇരിക്കണം, AC-ലിരിക്കാം, അല്ലെങ്കിൽ മേളിലിരിക്കാം, അല്ലെങ്കിൽ നേരെ ബീച്ച് സൈഡിൽ കാറ്റും കൊണ്ടിരിക്കാം. ബീച്ച് കണ്ട ഓടുന്ന ആളാണ്. അതെ, നാളെ രാവിലെ എഴുതിട്ട് പണി തുടങ്ങണം. ഈ റൂമിൽ വന്നിട്ട് പണിയെടുക്കാൻ തോന്നുന്നു. ഒരു ദിവസം ഫുൾ റിലാക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് നാളെ പണിയെടുത്തിട്ട് പിന്നെ റിലാക്സ് ചെയ്തിട്ട് വീട്ടിൽ പോവാ. വേദന വിളിച്ചോണ്ട് വരാം. നല്ല കിടിലൻ ക്രിസ്പി സ്ക്വിഡ്, റിസർവ് ചെയ്ത സീറ്റ് ബൈ ദ ബീച്ച്, തിരക്കും ഇല്ല. ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. സൈലൻസ്. പ്രിയ ചവയ്ക്കുന്ന സൗണ്ട് മാത്രം എനിക്ക് കേൾക്കാം. മസ്റ്റ് ട്രൈ ആണ്, ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര ടേസ്റ്റ്, നല്ല ഫ്രഷ് സ്ക്വിഡും തിൻ ബാറ്ററും. ആ ബാറ്ററിനും ഭയങ്കര ടേസ്റ്റ്, അതുകൊണ്ട് എനിക്കധികം കിട്ടുന്നില്ല. ഇതിനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. നല്ല തവ പൊറോട്ട, വലിയ സൈസ്, ഒരു പിസ്സ പോലെ ഇല്ലേ, നല്ല തവ പൊറോട്ടയും വറുത്തരച്ച കോഴിക്കറി. പോരെ, എന്തൊരു സൗണ്ടാന്നറിയോ വെള്ളത്തിന്റെ. മ്യൂസിക് ഒന്നും വേണ്ട അല്ലേ? വെള്ളം കേറി കേറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുപോകും, വെള്ളം കൊണ്ടുപോകും, നോക്കിക്കാം. എന്തല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുലാബ് ജാമുൻ കാണുമ്പോൾ, എസ്പെഷ്യലി ഇങ്ങനെ 2 ഗുലാബ് ജാമുൻ കാണുമ്പോൾ പ്രിയയുടെ കണ്ണാ ഓർമ്മ വരുന്നത്. കണ്ണ് ഗുലാബ് ജാമുൻ പോലെയാണ്. അതെ, ഉണ്ട കണ്ണ. അത് ഗുലാബ് ജാമുൻ എന്ന് പറയണോ? പിന്നെ കറക്റ്റ് ഗുലാബ് ജാമുൻ. നീ എല്ലാരും നിങ്ങൾ ഗുലാബ് ജാമുൻ കാണുമ്പോ എന്റെ കണ്ണ് ഓർക്കണം കേട്ടോ. നീ എല്ലാവർക്കും അതേ ഓർമ്മ വരുള്ളൂ. കഴിച്ചിട്ട് വേണം ഒന്ന് നടക്കാൻ പോവാൻ ബീച്ചിൽ. ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്നറിയാം, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നേരെ തിരിഞ്ഞ് നമുക്ക് ഇവരുടെ ഒരു പ്രൈവറ്റ് ബീച്ച് അല്ല, ഇത് ഒബ്വിയസ്ലി പബ്ലിക് ബീച്ചാണ്, പക്ഷെ ഒരു പ്രൈവറ്റ് ബീച്ച് ഏരിയയിലേക്കുള്ള ആക്സസ് ഉണ്ട്. വൈകുന്നേരം സൺസെറ്റ് ഒക്കെ നമുക്ക് ക്രൗഡഡ് ആയിട്ട് ഇരുന്ന് കാണണ്ടല്ലോ, ഇവിടെ ഇരുന്ന് കാണാമല്ലോ. ഇവിടെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എല്ലാം പണി നടക്കുമായിരുന്നില്ല, സ്പാന്റെ പണി നടക്കുമായിരുന്നു, നമ്മുടെ ബാംബു റൂമിന്റെ. ഇത് ജസ്റ്റ് പണി ചെയ്തിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ നമുക്ക് നാളെ രാവിലെ എഴുന്നേക്കണ്ടായിരുന്നെങ്കിൽ രാത്രി കുറെ നേരം ഇവിടെ ഇരിക്കായിരുന്നു. എന്ത് ബീച്ചിൽ വന്നിട്ട് കിടന്നുറങ്ങണോ? ഒരു ദിവസം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് രാവിലെ എഴുന്നേക്കുമ്പോ മറ്റേ തലയില് ഞണ്ടും രാവിലെ സൺറൈസ് കാണാൻ നമുക്ക് ഒരു ടെന്റ് അടിച്ചൊക്കെ കിടന്നല്ലോ. ഓപ്പൺ എയർ ആയിട്ട് കിടക്കണോ? ഒരു തവണ ഇങ്ങനെ കൊണ്ടുപോകും. അന്നും കാണ്ട് കിടന്നില്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഈ ഏരിയ ഒക്കെ നോക്ക് പ്രിയ, ഇതൊക്കെ ലൈറ്റിംഗ് ഒക്കെ ഇപ്പൊ ചെയ്താന്ന് തോന്നുന്നു. ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഇപ്പൊ ചെയ്താന്ന് തോന്നുന്നു. അതാ പറയുന്നത് കൊറേ പുതുമയുണ്ടെന്ന് നമ്മളോട് പറഞ്ഞ. ഇവിടെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് നോക്ക്, ഇത് പണ്ടുണ്ടായിരുന്നു ഈ മരത്തിലെ ലൈറ്റ്. അന്ന് പ്രിയന്റെ അടിയിൽ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. സംഭവല്ല ഇത് ഒരു ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ശരിക്കും ഇതാണ്. പൂളൊക്കെ അടിപൊളി, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ബാക്ക് വാട്ടേഴ്സും അതിന് നേരെ ഓപ്പോസിറ്റ് ബീച്ചും. സംഭവം തന്നെ. ഈ ഹാങ്ങിങ് ലൈറ്റ്സ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിലെ ട്രീസിൽ ചെയ്താലോ? ശരിക്കും ഞാനും കൂടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല. അത് മാത്രമുണ്ട്. ഇത് പുതിയതാണോ പ്രിയ ഈ ഏരിയ? പക്ഷെ ഇത്രയും ഭംഗി ഇല്ലായിരുന്നു. എനിക്കൊന്നും ഇപ്പൊ അവര് ഗ്രില്ലൊക്കെ ഇട്ട് മുകളിൽ ലൈറ്റൊക്കെ വെച്ചോണ്ട് ഇത്രയും ഭംഗി. നമ്മൾ ആദ്യമേ താമസിച്ചത് ആ റൂം, അത് നേരെ ബാക്ക് വാട്ടേഴ്സിലാണ്. പ്രൈവറ്റ് പൂളും ഉണ്ട്. ഇത് പുതിയത്, അന്ന് നമ്മൾ വന്നപ്പോൾ പണി നടക്കുമായിരുന്നു. ഇതെന്താണെന്നറിയോ, ഇതിൽ നമ്മൾ ഇരുത്തിയിട്ട് ഇതങ്ങോട്ട് വിടും, എന്നിട്ട് അവിടെ ഇരുന്ന് ഡൈനിങ് ചെയ്യാം. ഇവിടെ കെട്ടിയിടും. അപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു ബാക്ക് വാട്ടേഴ്സ് നടുക്ക് പോലെ ഇരുന്ന് നമുക്ക് ഡൈനിങ് ചെയ്യാം. എല്ലാം സെർവ് ചെയ്തിട്ടായിരിക്കും അങ്ങോട്ട് വിടുന്നത്. നടുക്കിരുന്ന് കഴിക്കാം, ചെയ്യണം. ഭയങ്കര യുണീക്കാ, വേറെ എവിടെ അങ്ങനെ ഇല്ലല്ലോ പൊതുവെ. ഹൗഞ്ചി ചെടിച്ചട്ടി ആക്കി വെച്ചിരിക്കുന്നു പറയാ. അതും നല്ല യുണീക്ക് കോൺസെപ്റ്റ് അല്ലേ? ഡാഡിയുടെ ബർത്ത്ഡേക്ക് ഒന്നും ഓർമ്മയില്ലേ? നല്ല ദിസ് പ്ലേസ് ഇസ് സോ, എത്ര തവണ വന്നാലും മടുക്കാത്ത ഒരു സ്ഥലം. 3 to 4 times വന്നിട്ടുണ്ട്.
ഗൈസ് നിങ്ങളിവിടെ വരുമ്പോഴേ പല ടൈപ്പ് റൂംസ് ഉണ്ട്. സോ നിങ്ങൾ നേരത്തെ എൻക്വയറി ചെയ്യുക. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എൻക്വയറിക്ക്. ആൻഡ് നിങ്ങൾക്ക് ചിലർക്ക് ജക്കൂസി ആയിരിക്കും വേണ്ടത്, ചിലർക്ക് പ്രൈവറ്റ് ഇൻഡോർ പൂളായിരിക്കും, ചിലർക്ക് ബീച്ച് വ്യൂ ആയിരിക്കും, ചിലർക്ക് സാധാരണ ഒരു കേരള റൂം ആയിരിക്കും. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് അവർ ഏറ്റവും നല്ല റേറ്റിൽ ചെയ്തു തരും. ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ടൊരു യൂണീക്കായിട്ട് തോന്നുന്ന സാധനം ഇവരുടെ ഗ്രീനറി അല്ലേ പറയാ. ആ അത് ബീച്ച് സൈഡിൽ ഭയങ്കര ചൂടും ഒക്കെ ആയിട്ടും ഉണ്ടല്ലോ. അതേ പറഞ്ഞു ലൊക്കേഷൻ എവിടെയോ ഉണ്ട്. ലൈക് വർക്കല ഭാഗത്ത് എന്തോ ഉണ്ട്. ലൈക് റിസോർട്ട് ഒന്നും ഇല്ല, പക്ഷെ ഒരു റോഡിൽ കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമല്ലേ. എൻജോയ് ചെയ്യാം, ടബും എൻജോയ് ചെയ്യാം. അതെ, തിരിച്ച് റൂമിൽ വന്ന് കയറുമ്പോഴാ അതിനെയും കാട്ടി ലക്ഷറി. എവിടെ നോക്കിയാലും ഈസ്തെറ്റിക് ആണ്. അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനുള്ളത്. എക്സ്ട്രീംലി ഈസ്തെറ്റിക്. കാരണം ഇത് പൊതുവെ ലൗഡ് ആവാം അല്ലെങ്കിൽ ഓവർ ഡൺ ആവാം, പക്ഷെ ഇവിടെ നമുക്കൊന്നും അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടില്ല. ഈ നല്ല ചൂടുവെള്ളം നിറച്ച് നേരെ ജക്കൂസിയിലകത്തേക്ക് കയറുക. പ്രോപ്പർ റിലാക്സേഷൻ ബ്രേക്കാണ്. 100% ഇതൊരു റിലാക്സേഷൻ പ്രോപ്പർട്ടിയാണ്. ടബ് വിശാലമായിട്ട് എനിക്ക് കിടക്കാം. പ്രിയക്ക് പേടി ചെയ്തിട്ട് പ്രിയ ടബിൽ ഇറങ്ങത്തേയില്ല. ഒരു തമ്മിൽ എടുക്കാൻ വേണ്ടി നിർബന്ധിച്ച് ഇറങ്ങും, പക്ഷെ അത് വെള്ളം കളഞ്ഞിട്ട് വേണം ഇറക്കാനായിട്ട്. സുഖമായിട്ട് ഇടയ്ക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഭയങ്കര ലൈറ്റ്സ് ഒക്കെ മാറി നമുക്ക് അവർ ബബിൾ ബാത്തും തരും കേട്ടോ. ഇത് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. കുറച്ച് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് ബബിൾ ബാത്തും കൂടെ ഇട്ട് ജക്കൂസിയും കൂടെ ഓൺ ചെയ്താൽ സംഭവം സെറ്റായിരിക്കും. അന്തുമായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇത് കിടക്കാനായിട്ട്. സമയം 12:30 കുളിച്ച് ടപ്പിക്കുളിച്ച് ഇറങ്ങി. പ്രിയ ഉറങ്ങി കേട്ടോ. പ്രിയ ഉറങ്ങി, ഞാൻ സുഖമായിട്ട് വന്നു. അതല്ലാതെ ഇവിടുത്തെ അലക്സയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വേദമുണ്ടെങ്കിൽ ഫുൾ ടൈം അലക്സിനെ വിളിച്ചു തരാം. പിന്നെ എനിക്കൊന്ന് എയർ പ്യൂരിഫയർ ആണ്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ മെയിൻ തിങ് ഇസ് ദറ്റ് ബാത്ത്. അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. 1 മണിക്കൂറും മസാജും ചെയ്തുകൊണ്ട് കിടന്നു. ആൻഡ് ഗൈസ് ഫൈനലി ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മൾ രാത്രി ഫാൻ ഓഫ് ചെയ്ത് സൈലൻ്റായി കിടന്നുണ്ടല്ലോ, ലീവ്സിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് ഉറങ്ങാം. അടിപൊളി. അപ്പോൾ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം 7:30 എഴുന്നേറ്റിരിക്കുന്നത്. ഇന്ന് കുറേ പരിപാടി ഉണ്ട്. ഇന്ന് നമ്മുടെ മോഡൽസ് എല്ലാവരും ഇവിടെ വരും വർക്ക് ചെയ്യാനായിട്ട്. ഇന്നലെ അപ്പോൾ ഒരു ഫുൾ റിലാക്സേഷൻ ആണെങ്കിൽ ഇന്ന് ഫുൾ വർക്ക് ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് രാവിലത്തെ ഒന്ന് വ്യൂ ഒന്ന് നോക്കാം, വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ബീച്ചിലേക്ക്. രാവിലത്തെ സൂപ്പർ വ്യൂ ഗൈസ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കീടലം വ്യൂ ആണ്. ഈ റൂമിനുള്ള ആൾക്കൂടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നോയ്സ് കേൾക്കാം. കാരണം വണ്ടികളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ കേൾക്കാൻ പറ്റും. അതൊരെണ്ണമുണ്ട്. അല്ലെങ്കിൽ ബാക്കി എല്ലാം കൊണ്ടും ഈ റൂം അടിപൊളിയാണ്. പക്ഷെ ബീച്ച് വ്യൂ ആണെങ്കിൽ ഈ റൂം തന്നെ എടുക്കണം. സൂപ്പർ അല്ലേ വ്യൂ. പ്രിയാപ്പിയം ഇവിടെ കുട സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. കുടയുണ്ട്, ഒരു കുടയേ ഉള്ളൂ, പക്ഷെ 2 കുട വെക്കാൻ പറയുന്നതിന് തൊട്ട്. രാവിലെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എനിക്കൊന്നും ആരും എഴുന്നേറ്റിട്ടില്ല. അവിടെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് കുറച്ചു നേരം ഇവിടെ നിന്ന് ഈ കാഴ്ച കാണണം. ഒന്ന് നോക്കിക്കുക. ഒറ്റ ഒരു മനുഷ്യരില്ല ബീച്ചില്. ആക്ച്വലി ബുഫേ എടുത്തോണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാ. ഇങ്ങനത്തെ ഫീലിംഗ് നമ്മൾ തായ്ലൻഡും അങ്ങനത്തെ ഒക്കെ സ്ഥലത്തെ കുറവ് കാണാറുള്ളൂ അല്ലേ. ബീച്ചിലെ തൊട്ട് സൈഡിലിരുന്ന് റിസോർട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് അടിപൊളിയാണ്. ഇവിടുത്തെ വേറെ അഡ്വാൻറ്റേജ് എന്നറിയാമോ, ചിലപ്പോൾ നമ്മൾ രാവിലെ വെളിയിലൊക്കെ ഇരിക്കുമ്പോൾ ചൂടായിരിക്കുമല്ലോ, ബീച്ച് വ്യൂ ഒക്കെ കാണണം, പക്ഷെ ചൂടുമായിരിക്കും. ഇവിടെ അതിനും ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ട, ഇത് ഇവരുടെ AC ഡൈനിങ് ഹാളാണ്. ഇവിടുന്ന് AC നമുക്ക് സുഖമായിട്ട് ഇരുന്ന് ബീച്ച് വ്യൂ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എഗ്സ് നമുക്ക് ഓർഡർ ചെയ്യാം. സ്റ്റീംഡ് ബനാനയുണ്ട്, ഞാൻ പറഞ്ഞത് കണ്ട, സോസേജ് ഉണ്ട്, പാൻ കേക്ക്സ് ഉണ്ട്. എന്ത് വേണം? ഓ പ്രിയം ഇത് എൻജോയ് ചെയ്യും. ചെന്ന ബട്ടൂറ, ചെന്നയുണ്ട്, ബട്ടൂറ ഉണ്ട്. അതല്ലാതെ ചിക്കൻ സ്റ്റൂ ഉണ്ട്, അപ്പം ഉണ്ട്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്, മിൽക്ക് ഷേക്ക്, വാട്ടർമെലൺ, പൈനാപ്പിൾ, ബ്രെഡ് ടോസ്റ്റ്, സീരിയൽസ്. പോരെ, അത്യാവശ്യം ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഓബിയസ്ലി ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജ് കാണും. അതില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ട് വരാമല്ലോ. റെസ്റ്റോറൻറ്റിൽ വരുവാണെങ്കിൽ അപ്പവും ചിക്കൻ സ്റ്റൂവും പറയാം. നല്ല സോഫ്റ്റ് അപ്പം, ചെറിയ മധുരം. സ്റ്റൂ ആണെങ്കിൽ നല്ല തിക്ക് ക്രീമി ഗ്രേവിയുള്ള സ്റ്റൂ. ഇതൊന്നും പോരാണ്ട് നല്ല കിടിലൻ ബീച്ച് വ്യൂ. അടിപൊളി അല്ലേ. ഞാൻ പറഞ്ഞ ഗെയിംസ് ഏരിയ ഉണ്ടെന്ന്. ആക്ച്വലി ഫാമിലി ഡെസ്റ്റിനേഷൻ, ഫാമിലി ടബ് മാത്രമല്ല ഫാമിലി റൂമുണ്ട്. ബില്ലിയാർഡ്സ്, ക്യാരംസ്, ഫൂസ്ബോൾ, ടേബിൾ ടെന്നീസ്. ഇതിൽ കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും കളിക്കാൻ അറിയില്ല, പക്ഷെ കളിക്കാൻ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെസ് ഉണ്ട്, ബുക്ക് റീഡിങ് കോർണർ ഉണ്ട്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ലൈക്ക് യുനോ ഇറ്റ് ജസ്റ്റ് ഒരു കുട്ടികളെ കിടത്താൻ തൊട്ടിലും ഉണ്ട്. അടിപൊളി. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബെഡും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
സംഭവമാണ്. നമുക്ക് ഇവിടെ റിസോർട്ടിന്റെ വെളിയിൽ പോകണ്ട, റിസോർട്ട് ബീച്ച് അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യാം. സ്പായും കൂടെ കാണിച്ചു തരാം. ഇത് ചെയ്യാനുള്ള ടൈം ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ സ്പാ ചെയ്ത് തന്നെ സ്പായിലേക്ക് പോകുന്ന നമ്മുടെ ഗെയിംസ് റൂമിന്റെ സൈഡിൽ കൂടിയാണ്. സ്പാ റൂമിൽ കയറുമ്പോൾ തന്നെ വിളക്കൊക്കെ കത്തിച്ച്, ആക്ച്വലി വെസ്റ്റേണും നമ്മുടെ ബോഡി റാപ്സും ആയുർവേദിക് എല്ലാം ഉണ്ട്. 2 സ്പാ റൂമാണ് ഉള്ളത്. റൂം കാണിച്ചു തരാം. ആംബിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് വ്യൂ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. പ്രൈവറ്റ് ബാത്റൂം ഉണ്ട്, വാഷ് ഏരിയ ഉണ്ട്, ഇത് എണ്ണ ചൂടാക്കാനുള്ള ഇൻഡക്ഷൻ കുക്കർ, പിന്നെ പ്രോപ്പർ വുഡിൻ്റെ ഒരു ആയുർവേദിക് ടേബിളാണ്. ഒരാഗ്രഹം ചെയ്താൽ കൊള്ളായിരുന്നു എന്ന്, പക്ഷെ സമയമില്ലാതെ ആയിപ്പോയി. ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ബാത്റൂമും ആയിരിക്കും. ബാത്റൂം ആണെങ്കിലും കുളിക്കാനൊക്കെ ആയിട്ട് മറ്റേ ഇരുന്ന് കുളിക്കാനുള്ള സെറ്റപ്പ്, എണ്ണ വെച്ച് തെന്നി വീഴണമെന്ന് വെച്ചാൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇസ് അമേസിങ്. സൂപ്പർ. സമയമില്ലാതെ ആയിപ്പോയി, പക്ഷേ എന്തൊരു അടിപൊളി ആംബിയൻസ് ആണ് നോക്ക്. ഇതും കഴിഞ്ഞ് മസാജും കഴിഞ്ഞ് വൈകുന്നേരം ആ ചായയും കൂടെ കുടിച്ചാൽ ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ഫസ്റ്റ് ഡേ ഓഫ് റിലാക്സേഷൻ കഴിഞ്ഞു. നാളത്തെ വ്ളോഗിൽ ഇവിടുത്തെ സംഭവങ്ങളും ഒരു ഫൺ ആൻഡ് കളർഫുൾ വ്ളോഗ് ആയിരിക്കും ഉറപ്പാണ്. ആൻഡ് മാലേക്കൽ ഹെറിറ്റൻസ് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മസ്റ്റ് സ്റ്റേ പ്ലേസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഫുൾ ഡേ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുക, സൈറ്റ് സീയിങ്ങിന് പോകാതെ എൻജോയ് ദ ആംബിയൻസ്, എൻജോയ് ദ ഫീൽ, ആൻഡ് ഷുവർ യുൽ ഹാവ് എ ഗ്രേറ്റ് സ്ട്രെസ് ഫ്രീ ഹോളിഡേ ഓ ചെയ്യുക. 100% ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഒരു തവണ, 2 തവണ, 3 തവണ, 4 തവണയും കണ്ടാന്ന് തോന്നുന്നു. ഇതുവരെ അവരുടെ സർവീസിൻ്റെ ലെവലിലും റൂമിൻ്റെ ക്ലീൻനെസ് ലെവലിലും ഒന്നിലും നമുക്കൊരു നെഗറ്റീവ് തോന്നിയിട്ടില്ല. സോ വി ക്യാൻ 100% റെക്കമെൻഡ്. ഓക്കെ, സോ അടുത്ത നാളെ ഒരു വ്ളോഗിൽ കാണാം. ഓക്കെ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.